കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു, കളഭാലങ്കാരം കഴിഞ്ഞു, നട തുറന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും വരൂ, നമുക്ക് ഗുരുവായൂരപ്പനെ കാണാം. ഗുരുവായൂരപ്പൻ്റെ ആ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഏത് രൂപത്തിലാണ് ഭഗവാൻ കാത്തിരിക്കുന്നത് ഭക്തരെ അനുഗ്രഹിക്കാനായിട്ട് എന്ന് നോക്കാൻ വേണ്ടി നമുക്ക് പോവാം. ഭക്തരായ നമുക്കിങ്ങനെ പോവാം, കാരണം നമ്മളെ അനുഗ്രഹിക്കാനായിട്ട് കാത്തിരിക്കുകയാണേ ഭഗവാനെ. അപ്പോൾ എല്ലാവരും വരൂ. നമുക്ക് ആദ്യം തന്നെ ആ കിഴക്കേ നടയിലുള്ള ആ മഞ്ജുളാലിൻ്റെ അവിടെ, ആ മഞ്ജുളക്കുട്ടിയുടെ അവിടെ ഒന്ന് പോയിട്ട് ആ വെങ്കല ശില്പമായ ഗരുഡനെയൊക്കെ കണ്ട് ഒന്ന് ആ മഞ്ജുളാലിനെയൊക്കെ ഒന്ന് പ്രദക്ഷിണം ചെയ്ത് നമുക്കിങ്ങനെ പോരാം. അങ്ങനെ വരുമ്പോൾ ആ തീയരമ്പലമൊക്കെ കണ്ട് തൊഴുത് അങ്ങനെ വരാം. അതിലൂടെ വരുമ്പോൾ നേരെ കിഴക്കേ നടയിലുള്ള ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് പ്രവേശിക്കാം. ഇന്നും തിരക്ക് തന്നെയാണ് കേട്ടോ, നല്ല തിരക്കാണ്. ഏത് ദിവസമായാലും തിരക്ക് തന്നെ, വെള്ളിയാഴ്ച ആയാലും ശനിയാഴ്ച ആയാലും ഒക്കെ തിരക്കാണ്. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ, ഇനിയിപ്പോൾ പ്രസാദകൂട്ടിന് കഴിക്കാൻ ചെല്ലുമ്പോൾ ഷർട്ട് ഇട്ടിട്ട് കഴിക്കാമെന്നാക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരു തീരുമാനം വന്നിട്ടുണ്ട്. അതുപോലെ അമ്പലത്തിലും ചെറിയ മാറ്റങ്ങൾ വരുന്നു എന്നാണ് പറയുന്നത്. അതിൻ്റെ വിശദാംശങ്ങൾ ഞാനിപ്പോൾ പറയുന്നില്ല. വന്ന കാര്യങ്ങളാണ്, അതായത് പ്രവേശന കവാടത്തിൻ്റെയൊക്കെ പ്രശ്നങ്ങളാണ് പറയുന്നത്. കാരണം ഭക്തജന സഹസ്രങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചില മാറ്റങ്ങളൊക്കെ വരാം, അതാണ്. അപ്പോൾ അതിൻ്റെ ഒരു മാറ്റമാണ് ഇപ്പോൾ പ്രസാദ വീട്ടിൽ ഷർട്ടൊക്കെ ഇട്ടിട്ട് കഴിക്കാം എന്നാക്കിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് അതൊന്നും ബാധിക്കുന്നതല്ല. നമുക്ക് ഭഗവാനെ ദർശിക്കാനായിട്ട് പോവാം. ആദ്യം തന്നെ ആ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് ഇങ്ങനെ പ്രവേശിക്കുക. ആ ബലിക്കല്ലിൻ്റെ അവിടെ നിന്നൊക്കെ ഇങ്ങനെ പോകുന്നു അകത്തേക്ക് ഇങ്ങനെ കയറുമ്പോൾ ആ ഗുരുവായൂരപ്പൻ്റെ ഒരു ചൈതന്യം നമ്മളിലേക്ക് എത്തുകയാണ്. അത് കാണാം. ആ ഒരു കാഴ്ച വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. ആ നെയ്വിളക്കിൻ്റെ പ്രഭയിൽ ഗുരുവായൂരപ്പൻ്റെ ആ കളഭാലങ്കാരത്തിൽ വെച്ച പൊന്നിൻ്റെ ഓടക്കുഴലിൻ്റെ, അതേപോലെ പൊന്നിൻ്റെ ആ തിലകത്തിൻ്റെയൊക്കെ അങ്ങനെ ആ പ്രകാശം നമ്മളിലേക്ക് എത്തുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ ആ ഇടതേ ഭാഗത്തുള്ള ആ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് ഇരുന്ന് നാരായണീയം എഴുതിയ ആ ഒരു പീഠം അവിടെ ഇരുന്ന് അതൊന്ന് അദ്ദേഹത്തെ സ്മരിക്കുക മനസ്സുകൊണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു പുണ്യം കൂടി നമ്മളിലേക്ക് എത്തും. അതുപോലെ വലതേ സൈഡിലുള്ള ആദ്യത്തെ തൂണ് നരസിംഹാവതാരം കാണിച്ചു കൊടുത്ത തൂണൊന്ന് നോക്കി തൊഴുക. അങ്ങനെ തൊഴുത് നമ്മൾ അകത്തേക്ക് ഇങ്ങനെ നോക്കുക. അകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഭഗവാന്റെ ശ്രീലകത്തുള്ള കാഴ്ച എന്താണെന്ന് വെച്ചാൽ, വലിയൊരു ഉരുള കാണാനുണ്ട്. ഉരലിങ്ങനെ വെച്ചിട്ടുണ്ട്. ആ ഉരലിൻ്റെ മുകളിൽ അതൊരു കുഞ്ഞിക്കണ്ണൻ. ആ കുഞ്ഞിക്കണ്ണൻ്റെ രണ്ട് കാൽപാദങ്ങൾ കാണാനുണ്ട്, കാൽവളകളിങ്ങനെ കാണാനുണ്ട്. ആ കാൽവളകളിങ്ങനെ ഇതായിട്ട് അണിഞ്ഞ് ഇങ്ങനെ ഒരു കൂസലും ഇല്ലാതെ തന്നെക്കാട്ടിലും വലിയ ഉരുളാന്ന് അറിയാം. അത്യാവശ്യം വലിയ ഉരുള. അതിൻ്റെ മുകളിൽ കയറിയിരുന്നുണ്ട്. കെട്ടിയ ഉരുളായാലും വേണ്ടില്ല, എന്തായാലും വേണ്ടില്ല, ഞാൻ അതിൻ്റെ മുകളിൽ കയറിയിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആളങ്ങനെ കയറിയിരിക്കുക. അങ്ങനെ നോക്കുമ്പോൾ എങ്ങനെയാണോ വെണ്ണയൊന്നും പോയിട്ടൊന്നുമില്ല. ആ വലതേ കയ്യിൽ വെണ്ണ ഉണ്ട് കേട്ടോ. എന്തായാലും അതിൻ്റെ മുകളിൽ കയറ്റി വെച്ചിട്ട് യശോദാമ്മ വെണ്ണ കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അത് ചാടി കയറി ഇരുന്നുണ്ട്. വെണ്ണ കയ്യിലുണ്ട്, അതൊന്നും പോയിട്ടില്ല. അതേമാതിരി കക്ഷത്താണ് ആ ഓടക്കുഴൽ, പൊന്നോടക്കുഴൽ ഇങ്ങനെ തിരികെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആ ഇടത്തെ കൈ ഇങ്ങനെ കുത്തിയിട്ടുമുണ്ട്. അരയിലിങ്ങനെ ഇടത്തെ കൈ ഇങ്ങനെ കുത്തിയിട്ടുണ്ട്. നല്ല രസമായിട്ടുള്ള, നല്ല കൗതുകപരമായൊരു രൂപമാണ് ഇന്നത്തെ അലങ്കാരം. വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച. ഉരലിനെക്കാട്ടിലും വലിയതാണ് എന്ന് പറയാൻ പറ്റില്ല. ഉരലിനോളം ഉള്ള ആ ഒരു ഉണ്ണിക്കണ്ണനാണ്. ഒരു 2, 2.5, 3 വയസ്സൊക്കെ തന്നെ തോന്നിക്കുന്നുള്ളൂ. നല്ല രസമായിട്ട് അലങ്കാരം, എത്ര പറഞ്ഞാലും മതിയാവില്ല. അങ്ങനത്തെ ആ ഒരു രസമാണ്, നല്ല കാഴ്ച. അങ്ങനെ നോക്കുക. അങ്ങനെ നോക്കുമ്പോൾ പീലി തിരുമുടി ഇങ്ങനെ കാണാണ്ട്, കളഭം കൊണ്ട് തിരുമുടി ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്, പീലി ഉണ്ടാക്കിയിട്ടുണ്ട്. തിരുമുടി മാല 2 ഉണ്ട്. തുളസിയും വെളുത്ത പൂവായിട്ടുള്ളതാണ്, അതേപോലെ തുളസിയും തെച്ചിയായിട്ടുള്ളതും, അങ്ങനെ 2. പിന്നെ ഒരു മാങ്ങാമാല ചാർത്തിയിട്ടുണ്ട് സ്വർണത്തിൻ്റെ. അതേപോലെ ഒരു വളയം പോലത്തെ മാലയുണ്ട്. പിന്നെ ഒരു പതക്കം പോലത്തെ മാലയുണ്ട്. അതുപോലെ ആ കൈവളകൾ കാണാണ്ട്, തോൾവളകൾ കാണാണ്ട്, ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്. നല്ലൊരു ഗോപീതിലകം ചാർത്തിയിട്ടുണ്ട്.
നല്ല രസമായിട്ടുള്ള ആ ഒരു കാഴ്ചകളാണ് കേട്ടോ. അങ്ങനെ 2 വലിയ ഉണ്ടമാലകളുണ്ട്. ആ ഉണ്ടമാലകൾ ഇങ്ങനെ മുകളിൽ നിന്ന് താഴേക്ക് നല്ല നീളത്തിലാണ് കിടക്കുന്നത്. തെച്ചിയും തുളസിയായിട്ടുള്ളതും വെളുത്ത പൂവും തുളസിയായിട്ടുള്ളതും നല്ല രസമായിട്ടുള്ളൊരു കാഴ്ച. എന്താ ഒരു രസം എന്നറിയോ. അപ്പോൾ എല്ലാവരും ആ ഗുരുവായൂരപ്പൻ്റെ ശ്രീലകത്തേക്ക് നോക്കിക്കോളൂ. നമ്മളിപ്പോൾ ആ സോപാനപ്പടിയിൽ നിന്നിട്ട് ഗുരുവായൂരപ്പൻ്റെ ശ്രീലകത്തേക്ക് നോക്കിയാൽ കാണുന്ന രൂപങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇന്നത്തെ ഉച്ചപൂജ ഉണ്ടായിരുന്നത് മേൽശാന്തി തന്നെയാണ്. മേൽശാന്തി കവപ്രമാരാത്ത് അച്യുത നമ്പൂതിരിപ്പാടാണ്. അതുപോലെ ഇന്നത്തെ ഈ കളഭാലങ്കാരം, ഇത്രയും മനോഹരമായ കളഭാലങ്കാരം ചെയ്തിരിക്കുന്നത് പഴയം സതീശോദിക്കനാണ്. വളരെ നന്നായിട്ടുള്ള അലങ്കാരം. അപ്പോൾ എല്ലാവരും കണ്ട് തൊഴുതോളൂ, നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ. ഗുരുവായൂരപ്പൻ്റെ തിരുസന്നിധിയിലാണ് നമ്മൾ നിൽക്കുന്നത് എന്ന് മനസ്സിൽ വിചാരിച്ച് എന്നെ ശ്രവിക്കുന്നത് ഏത് സമയത്താണെങ്കിലും ആ സമയത്ത് ഗുരുവായൂരപ്പൻ്റെ മുമ്പിലാണ് നമ്മൾ നിന്ന് ആ സോപാനപ്പടിയിൽ നിന്ന് ശ്രീലകത്തേക്ക് നോക്കി പ്രാർത്ഥിക്കുകയാണ് എന്ന് ചിന്തിക്കുക. എന്നിട്ട് അങ്ങോട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ അങ്ങനെ നമുക്ക് അവിടെ നിന്ന് പ്രാർത്ഥനയുടെ ഫലം കിട്ടും. അതിന് ശേഷം നമ്മൾ തൊഴുതിറങ്ങി നേരെ സോപാനപ്പടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആദ്യം തന്നെ കാണുന്ന ആ പീഠം, അതായത് ബലിക്കല്ല്, അഗ്നികോണിലുള്ള ബലിക്കല്ല് ഒന്ന് നോക്കിയിട്ട് തൊഴാം. പിന്നെ തിടപ്പള്ളി നോക്കി തൊഴാം. അതുപോലെ ഒന്ന് തിരിഞ്ഞു തന്നാൽ ആലിലക്കണ്ണനെ കണ്ടു തൊഴാം. അങ്ങനെ കണ്ടു തൊഴുത് സപ്തമാതാക്കളെയൊക്കെ കണ്ടു തൊഴാം. പിന്നീട് നമ്മൾ വേഗം വിഘ്നേശ്വരൻ്റെ അടുത്തേക്ക് പോവാം. വിഘ്നേശ്വരൻ്റെ അടുത്തേക്ക് പോവാം. അന്നിപ്പോൾ വേറൊരു അബദ്ധം പറ്റി. അത്തിമര ഗണപതിയുടെ അടുത്തേക്ക് പോയില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഇവിടെ തൊഴാം. അങ്ങനെ ഗണേശൻ്റെ അടുത്ത് പോയിട്ട് തൊഴാം. ഗണേശനാണെങ്കിലോ നന്നായിട്ടുള്ള അലങ്കാരത്തിലാണ്. നല്ല കളഭം കൊണ്ട് ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്. ആ കൊമ്പൊക്കെ ഇങ്ങനെ ഒരു തുമ്പിക്കൈ ഇങ്ങനെ നന്നായിട്ടും 2 കൊമ്പ് അപ്പുറം ഇപ്പുറമായിട്ട് നല്ല രസമായിട്ടുള്ള കാഴ്ച. ധാരാളം അർച്ചന പൂക്കളുണ്ട്, കദളിപ്പഴമൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിച്ചോളൂ. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞാൽ സരസ്വതി ദേവിയുടെ അറയിലേക്ക് നോക്കുക. സരസ്വതി അറയിലേക്ക് നോക്കിയിട്ട് സരസ്വതി ദേവീനെ പ്രാർത്ഥിക്കുക. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ കണ്ട് തൊഴുത് ആ കോർണറിലേക്ക് വരുമ്പോൾ ചെറിയ ഗണപതിയെ കാണാം. ഒന്ന് കണ്ട് തൊഴാം. അവിടെ ഒരു തുളസിമാല ചാർത്തിയിട്ടുണ്ടാരോ. പിന്നെ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ട് തൊഴാം. അങ്ങനെ മേൽശാന്തിയുടെ അവിടെ ആ റൂമിലെത്തിയാൽ ആ സതീശോദിക്കാൻ ഇരിക്കണു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. അതൊക്കെ വാങ്ങിയിട്ട് തൊട്ട് നമുക്കിങ്ങനെ പോരാം. ആ പൂക്കളൊക്കെ ചെവിയിലൊക്കെ വെക്കാം. അങ്ങനെ വരുമ്പോൾ ആ വാമനാവതാരം കാണാം. പിന്നെ ആ ഗജേന്ദ്രമോക്ഷത്തിൻ്റെ അലങ്കാരം അത് കണ്ട്, അതേപോലെ മഹാവിഷ്ണു, ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെ കണ്ട് തൊഴാം. പിന്നീട് അനന്തശായിയായി കിടക്കുന്ന അനന്തപത്മനാഭനെ കണ്ട് തൊഴാം. അവിടെ ധാരാളം പൂക്കൾ മേലെ ഇങ്ങനെ അലങ്കരിച്ചിട്ടുണ്ട് വിധാനമായിട്ട്. തുളസിക്കാണ് കൂടുതൽ, പിന്നെ വെളുത്ത പൂവുണ്ട്. അപ്പോൾ അവിടെ കണ്ട് തൊഴാം. അതിന് ശേഷം ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്നിട്ട് സാഷ്ടാംഗം നമസ്കരിക്കുക. വേണ്ടുവോളം സമയമുണ്ട്. ആ സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അത്യാവശ്യം എന്തൊക്കെയാണോ പ്രാർത്ഥിക്കാനുള്ളത് അതൊക്കെ അവിടെ നമസ്കരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പെട്ടെന്നൊന്നും എണീക്കാൻ പറയില്ല. അങ്ങനെ അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ പുറകിലേക്ക് തന്നെ അങ്ങനെ വരുമ്പോൾ ബാക്കി ദശാവതാര വിഗ്രഹങ്ങളൊക്കെ കാണാം. അതൊക്കെ കണ്ട് തൊഴുത് കൃഷ്ണനെയും മുരുകനെയൊക്കെ കണ്ട് തൊഴാം. അത് കഴിഞ്ഞ് ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരിക. ഹനുമാൻ സ്വാമിയുടെ അടുത്തൊന്നും അധികം ഇതൊന്നും കാണാനില്ല. ഒരു ചെറിയൊരു വെറ്റിലമാല മാത്രമേ കാണാനുള്ളൂ. നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്വം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. ഹനുമാൻ സ്വാമീനെ കണ്ട് പ്രാർത്ഥിച്ചു. രാധാകൃഷ്ണ വിഗ്രഹം കണ്ട് തൊഴുതു.
നേരെ ആ ഓവിൻ്റെ അവിടെ വന്നിട്ട് പ്രാർത്ഥിക്കുക. അതിന് ശേഷം ഓവിൻ്റെ അവിടെ നിന്ന് പടിഞ്ഞാട്ട് ഭാഗത്തുള്ള ചുമരിലേക്ക് നോക്കിയിട്ട് ആ താമരക്കണ്ണനെ കണ്ട് തൊഴാം. അങ്ങനെ തൊഴുത് നേരെ കിഴക്ക് വശത്തേക്ക് വരുമ്പോൾ ആ ഗ്രില്ലിനപ്പുറത്ത് നമ്മളെ മണിക്കിണർ കാണാം. മണിക്കിണർ കണ്ട് തൊഴാം. പിന്നീട് ആ കിടാവിളക്ക് കത്തി നിൽക്കുന്ന നൃത്താറ നോക്കാം. നൃത്താറയിൽ നോക്കിയിട്ട് ആ ദീപനാളങ്ങൾ ഇങ്ങനെ കളിക്കുന്നതിനനുസരിച്ച് നമ്മുടെ കണ്ണൻ കളിക്കുകയാണെന്ന് ചിന്തിച്ച് കണ്ണൻ്റെ രൂപത്തെ നമ്മൾ മനസ്സിലേക്ക് ആവാഹിച്ച് പോരാം. അങ്ങനെ വരുമ്പോൾ ആ കുറൂരമ്മേനെയും നാരദരെയും അതേപോലെ വസുദേവരെയൊക്കെ ആനന്ദൻ ആ കുട പിടിച്ചിങ്ങനെ പോകുന്ന ആ ഒരു കാഴ്ചയ്ക്ക് ഉണ്ണീനെ കൊണ്ടുപോരുന്ന കംസൻ്റെ രാജധാനിയിൽ നിന്ന് കടത്തിക്കൊണ്ട് പോരുന്ന ആ ഒരു കാഴ്ച ഉള്ള ആ ഒരു ശില്പം കാണാം. അതൊക്കെ കണ്ട് തൊഴുത് വടക്കേ നടയിലൂടെ പുറത്തേക്ക് വരാം. അങ്ങനെ വടക്കേ നടയിലൂടെ പുറത്തേക്ക് വന്ന് ആ പ്രസാദ കൗണ്ടറിൻ്റെ അവിടെ വരാം. അവിടെ നിന്ന് ചന്ദനവും തീർത്തൊക്കെ വാങ്ങാം. അതിനുശേഷം എടത്തരികത്തുകാവിലെ ഭഗവതീനെ കാണാനായിട്ട് പോവാം. വടക്കേ നടയിൽ 2 വാതിലാവുന്നൊക്കെയാണ് പറയണത് കേൾക്കാനുള്ളത്. എന്തൊക്കെയാണ് വരിക എന്നറിയില്ല, നമുക്ക് കണ്ട് കാണാം. കാരണം തിരുമേനിമാർക്ക് കുളിച്ചു പോകാനൊരു വാതിലും സാധാരണ ഉള്ള ഒരു വാതിലും എന്നൊക്കെയാണ് പറഞ്ഞു കേട്ടത്. ഏതാണെന്ന് അറിയില്ല. അങ്ങനെ നമ്മൾ എടത്തിരികത്തുകാവിലെ ഭഗവതിയുടെ അടുത്ത് വരിക. ഭഗവതിയുടെ അടുത്ത് വന്നാൽ ഭഗവതീനെ കണ്ട് തൊഴാം. അവിടെ അത്യാവശ്യം നല്ല തിരക്ക് തന്നെയാണ്. അപ്പം അതൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് അങ്ങോട്ട് പോയാലേ ഭഗവതിയുടെ അനുഗ്രഹം വാങ്ങാനായിട്ട് പറ്റും. അങ്ങനെ നമുക്ക് പോവാം. അവിടെ ചെന്ന് നോക്കുമ്പോഴോ ഇന്നൊരു മഞ്ഞ പട്ടും അതേപോലെ ചുവന്ന പട്ടൊക്കെയാണ് ഞൊറിഞ്ഞ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ നീല പട്ട് പുറകു വശത്ത് വലിയതായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ധാരാളം പൂക്കൾ വെച്ചിട്ടുണ്ട്. 2 അതായത് മേലെ ഇങ്ങനെ വിധാനമായിട്ട് തുളസിപ്പൂവ് അതുകൊണ്ട് തെച്ചിപ്പൂവൊക്കെ ആയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ വലിയ നല്ല എന്താ പറയുക കാശുമാല പോലത്തെ മാല അതുതന്നെയാണ് ഇപ്പോൾ ആ നെക്ലസ് പോലത്തെ മാലയും അതുകൊണ്ട് ഭഗവതി ഇങ്ങനെ അലങ്കരിച്ച് നല്ല വലിയ വട്ടപ്പൊട്ട് ചുവന്ന വട്ടപ്പൊട്ടൊക്കെ അണിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മളെ തന്നെ എടത്തരികത്തുകാവിലെ അമ്മ നമ്മളെ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും കണ്ട് തൊഴുതോളും. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുത് പ്രാർത്ഥിച്ച് നമ്മളിങ്ങനെ വരുമ്പോൾ കോർണറിലെത്തിയാൽ ഒന്ന് തിരിഞ്ഞ് നിന്ന് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഇങ്ങനെ നോക്കിയിട്ട് മമ്മിയൂരപ്പനെ കണ്ട് തൊഴാം. മനസ്സിൽ മമ്മിയൂരപ്പനെ വിചാരിക്കുക. എന്നിട്ട് നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. അപ്പം മമ്മിയൂർ പോയി ദർശനം കിട്ടിയ ആ പ്രതീതിയാവും. ആ മമ്മിയൂരപ്പൻ്റെ അനുഗ്രഹം നമുക്ക് ലഭിക്കും. തിരിച്ചിങ്ങനെ വരുമ്പോൾ കൊടിമരം കാണാം. അതേപോലെ നേരെ വരുമ്പോൾ ആൾരൂപ വഴിപാട് കാണാം. അതൊക്കെ കണ്ട് കുന്നിക്കുരു വരുന്നത് കാണാം, മഞ്ചാടിക്കുരു അതൊക്കെ കണ്ട് വീണ്ടും നമ്മൾ ആ കൊടിമരത്തിൻ്റെ അവിടെ വന്നിട്ട് ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ ദാമോദര രൂപത്തെ ഒന്നുകൂടി കാണാം. വെണ്ണക്കണ്ണനായിട്ടും ആ ഉരലിൻ്റെ പുറത്തിരിക്കുന്ന ആ ഉണ്ണിക്കണ്ണനെ കണ്ട് തൊഴാം. അതിനുശേഷം കൂത്തമ്പലത്തിൻ്റെ അവിടെ വരിക. അവിടെ ആ കിടാവിളക്ക് കത്തി നിൽക്കുന്നു. ആ വേദപാരായണം നടക്കുന്ന കൂത്തമ്പലത്തിലേക്ക് നോക്കിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനുശേഷം നേരെ അയ്യപ്പൻ്റെ അവിടെ വരിക. അയ്യപ്പൻ്റെ അവിടെ വരുമ്പോൾ അവിടെയും കറുത്ത മുണ്ടും നീല കളർ മുണ്ടും അതേപോലെ ഒരു വെളുത്ത മുണ്ടും കൂടി ചേർത്തിട്ടൊക്കെയാണ് ഇന്നത്തെ ഒരു അലങ്കാരം. പിന്നെ മുഖമൊക്കെ നിറയെ ചന്ദനം ചാർത്തിയിട്ട് തേച്ചിങ്ങനെ ഒട്ടിച്ചു പിടിച്ചുകൊണ്ടിരിക്കുക. അത് മുഴുവനായിട്ടില്ല. എന്തായാലും നമുക്ക് കണ്ടു തൊഴാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്തേ സ്തുഭ്യം നമോ നമ. ആ ഭൂതനാഥനെ ഒന്ന് പ്രണവം ചെയ്ത് നമ്മൾ നേരെ വരുമ്പോൾ പടിഞ്ഞാറ നടയിലെത്തുമ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ ആ ദീപസ്തംഭം കാണാം. ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാല സ്വരൂപത്തെ കണ്ട് നമസ്കരിക്കാം. പിന്നെ പുറകിലോട്ട് ഇറങ്ങി നിന്നിട്ട് നോക്കിയാൽ കൊടിമരത്തിൻ്റെ മുകളിലുള്ള ആ ഗരുഡധ്വജനെയും കണ്ട് തൊഴാം. എന്നിട്ട് നമുക്ക് നേരെ പടിഞ്ഞാറ് നടയിലൂടെ പുറത്തേക്ക് വരാം. പുറത്തേക്ക് വന്നിട്ട് നമുക്ക് നേരെ ആ അന്നലക്ഷ്മി ഹാളിൻ്റെ അധികേനെ വരാം. ആ കുളം, ആ രുദ്രതീർത്ഥക്കുളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാനായിട്ട് ശ്രമിക്കാം. അങ്ങനെ വരുമ്പോൾ ആ രുദ്രതീർത്ഥത്തിന് വളരെ പ്രാധാന്യമുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് സപ്തർഷികളൊക്കെ വന്ന് സ്നാനം ചെയ്യുന്ന ആ കുളമാണ്. അപ്പോൾ രുദ്രതീർത്ഥക്കുളം അതിനെ പ്രദക്ഷിണം ചെയ്യുന്നത് അത്രയും പവിത്രതയോടുകൂടി തന്നെ വേണം.
അങ്ങനെ വരുമ്പോൾ നമ്മൾ ആ നാരായണീയ ഹാളിൽ ഒന്ന് പോയി ആ നാരായണീയം പൂന്താനം പൂജിച്ചിരുന്ന നാരായണ വിഗ്രഹം, കൃഷ്ണ വിഗ്രഹം കണ്ടു തൊഴാം. പിന്നീട് നമ്മളിങ്ങനെ വരുമ്പോൾ നേരെ ഭഗവതിയുടെ അവിടെ വന്ന് ഒന്ന് തൊഴാം. അതേപോലെ കിഴക്കേ നടയിൽ വന്ന് ഒരിക്കൽ കൂടി ആ ശ്രീലകത്തേക്ക് നോക്കിയാൽ അവിടുത്തെ ആ വെളിച്ചം നമ്മളിലേക്ക് എത്തും. അത് കണ്ട് തൊഴുത് പിന്നെ തെക്കേ നടയിലേക്ക് വന്ന് ആ ഒരു കൂവളം കാണാം. ആ കൂവളം അങ്ങനെ അവിടെ അങ്ങനെ നേരെ മുന്നിലോട്ട് ഉയർന്നു വരാൻ വേണ്ടിയിട്ട് ആ ഷീറ്റൊക്കെ മാറ്റിയിട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് ഒന്ന് മഹാദേവനെയും പാർവതീദേവീനെയും ഒക്കെ സ്മരിക്കുക. എന്നിട്ടൊന്ന് കൂവളത്തിന് പ്രദക്ഷിണം ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. നല്ല മഴയാണ് ഗുരുവായൂർ കേട്ടോ. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ. ആ മഴയുടെ മായാപ്രപഞ്ചമാണ് ഇപ്പോൾ തീർത്തുകൊണ്ടിരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് വരുന്നു. ഗുരുവായൂരിനെ കനത്ത ചൂടിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഗുരുവായൂരപ്പൻ തന്നെ കൊടുത്തതാണ് ആ മഴ എന്ന് പറയാം. അങ്ങനെ ഇടയ്ക്കൊന്ന് വരിക, ഇടയ്ക്കൊന്ന് പോവുക, അങ്ങനെയാണ്. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ. കൃഷ്ണ ഹരേ.